ക്രൂശിത വഴിയിലൂടെ 14-ാം ദിനം. ഒരിക്കൽ രണ്ടു കൂട്ടുകാർ തളർന്ന അവസ്ഥയായി ക്ഷീണിച്ച് ഒരു മല കയറുകയായിരുന്നു. അവർ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു മനുഷ്യൻ ആ മഞ്ഞുമലയിൽ വീണ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഒന്നാമൻ ചിന്തിച്ചു, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ മല കയറുന്നത്, അവനെ കൂടി രക്ഷിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എന്നാൽ രണ്ടാമൻ ചിന്തിച്ചു, ഇവനെ ഇവിടെ ഇട്ടിട്ട് പോയാൽ ആ പാവം മരിച്ചു പോകും, അതുകൊണ്ട് അവനെ കൂടി കൂടെ കൂട്ടിയാലോ. ആ മനുഷ്യൻ അവനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പരസ്പരം താങ്ങിയും താഴ്ന്നും അവർ മുന്നോട്ട് പോയപ്പോൾ അവരുടെ ശരീരം ചൂട് പിടിച്ചു. അവർ കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആദ്യം പോയ ആ മനുഷ്യൻ തളർന്ന് അവിടെ മരിച്ചു കിടക്കുന്നതായി കണ്ടു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനും അവരുടെ ഭാരങ്ങൾ ചുമക്കുവാനും അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവരും നാം തയ്യാറാകുന്നു എന്ന് ഈ നോമ്പുകാലത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ചിന്തിക്കണം, നാം മറ്റുള്ളവർക്ക് നമ്മുടെ ഭാരങ്ങൾ അവരുടെ ചുമലിൽ വെച്ചു കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ള ഭാരങ്ങൾ ചുമക്കുവാൻ നാം തയ്യാറാകാറുണ്ടോ? നമ്മുടെയൊക്കെ ഭാരങ്ങൾ ചുമക്കുവാൻ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തയ്യാറായിട്ടുണ്ടോ? ഈശ്വരനാഥൻ അരുൾ ചെയ്യുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ഈശ്വരനാഥന് ഒരു അനുകമ്പയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അധ്വാനിക്കാത്തവനോട് ഒരകൽച്ചയും രോഷവും ഈശോയ്ക്കുണ്ടായിരുന്നു. നമ്മൾ പരസ്പരം ഭാരം വഹിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അത് ഈശോയുടെ കുരിശ് ചുമന്ന ക്യൂരിയൻകാരനായ ആ ശിമയോനെ പോലെയാണ്. നമ്മുടെ ഭാരം മറ്റുള്ളവരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നവരല്ല, മറ്റുള്ള ഭാരം ഏറ്റുവാങ്ങുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവർ. നമ്മുടെ കുടുംബജീവിതത്തിലും നാം അങ്ങനെയൊക്കെ ആകണം. നമ്മുടെ ഭാരം മുഴുവൻ അവരുടെ ചുമലിൽ വച്ചു കൊടുക്കാതെ പരസ്പര ഭാരങ്ങൾ പങ്കുവച്ച് ഭാഗ്യവതിയായി തീരുന്നതാണ് കുടുംബം. അതാണ് ഈശ്വരനാഥൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് കുടുംബജീവിതത്തിൽ പരസ്പരം അധ്വാനിക്കുന്നവരാകാം, ഭാരം വഹിക്കുന്നവരാകാം, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നവരാകാം. ഈ നോമ്പുകാലത്ത് നമുക്ക് ഈശോയുടെ വചനം ഓർക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്തുതിയായിരിക്കട്ടെ.